ആ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഈ പ്ലേസിലാണ് ഇന്നത്തെ നൈറ്റ് റെസ്റ്റ്. പഴയ ബ്രിഡ്ജ് ഉണ്ടോ? പഴയ ബ്രിഡ്ജ് നല്ല നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. സിറ്റി നമുക്ക് ഇടുന്നുണ്ട് എല്ലായിടം കാണാൻ പറ്റും. ഇഷ്ടം പോലെ വിസിറ്റേഴ്സ് മാത്രമല്ല ടൂറിസ്റ്റും ഉണ്ട് കേട്ടോ. വേറെ വ്യൂ അല്ലേ? ഇതെല്ലാം ക്യാമറയുടെ അണ്ടർ ക്യാമറാസിലാണ് എല്ലാം നടക്കണേ. ആരൊക്കെ വരണു ആരൊക്കെ പോകുന്നു എല്ലാവർക്കും ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. എല്ലായിടവും സിവിലിയൻസ് ക്യാമറാസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് വാട്ടർ ടാക്സി ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ ബോട്ട് വരാം. അപ്പുറത്തേക്കുള്ള വാട്ടർ ടാക്സിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനിൽ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓൺലൈനിൽ എടുത്താൽ മതി. ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ അപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഉള്ളതുണ്ട്. സിറ്റിയിലെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഈ പാർക്കിൻ്റെ പുറത്തുണ്ടല്ലോ ഈ ബിൽഡിങ്ങൊക്കെ നോക്കി. But inside is a bus shop. Park inside. Go inside. They don't know how much park. ഇവിടുത്തെ മരങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ മരങ്ങളാണ്. ഹൈവേയിലാണെങ്കിലും പാർക്കിലാണെങ്കിലും ഇപ്പോൾ ഓഷ്യൻ്റെ സൈഡാണെങ്കിലും മരങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അമേരിക്കയിൽ. എവിടെ നോക്കിയാലും മരങ്ങളാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ ആൾക്കാർ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ ചൂടത്ത് നമുക്ക് ചൂട് താങ്ങാനൊരു സിസ്റ്റം തന്നെ. മനസ്സിലായ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചൂടടിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്. സോ ഇവിടെ നല്ല ഹീറ്റാണെങ്കിലും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കാറ്റടിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടത്തില്ല. ഇപ്പം മെയ് ഫസ്റ്റ് വീക്ക് മെയ് 3rd ആയതേ ഉള്ളൂ കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വരെ തണുപ്പായിരുന്നു. തണുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു, മരങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പൂത്തു. മെയ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് നല്ല ചൂട്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റൊക്കെ സൂപ്പർ അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ലക്ഷറിയാണ്, നല്ല പ്രൈസാണ്. അതുപോലെ ഹോട്ടലിൽ വാട്ടർ വ്യൂ ഉള്ളത് കൊണ്ട് ഹോട്ടലിൽ നല്ല ചാർജാണ്.
വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിങ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. കാരണം ഉള്ള താഴ്ചയുള്ള സ്ഥലമാണ്. ചില ഏരിയയിൽ ഫിഷിംഗ് ഉണ്ട്. നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ ദിവസം നൈറ്റിൽ വന്നിട്ട് ഇവിടുത്തെ വിഷ്വലൊക്കെ നിങ്ങളെ കാണിക്കണമായിരിക്കും. അപ്പുറത്തെ രാത്രിയിൽ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. നൈറ്റിൽ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഈവനിങ്ങിൽ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇനി ഒരു ദിവസം നൈറ്റ് വന്ന് നമ്മൾ സിറ്റിയുടെ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും. നിൽക്കുന്ന ഒരു പച്ച ബിൽഡിങ്ങിന് ഒരു ചരിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ല. എന്തുകൊണ്ട് കെട്ടിയാൻ പറഞ്ഞത് എൻ്റെ തോന്നലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഓക്കെ, ഒരു ഗ്രീൻ ബിൽഡിംഗ് ഉണ്ട്, ഡബിൾ ചെറിയ വളവ്. നിങ്ങൾ തോന്നുന്നില്ലേ? എന്നോട് പറയാം അതെൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിറ്റിയിലെ ബിൽഡിങ്ങുകൾ മാത്രമുള്ള ഗൈസ്, മരങ്ങളെല്ലാം നല്ല കേട്ടോ. ഈ സൈഡിലത്തെ അപ്പാർട്ട്മെൻറ്റിൽ നോക്കി. നമുക്കിവിടെ വന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ടൈമുകളൊക്കെ നല്ല ഉണ്ട്. ഒരു ബോട്ട് പറഞ്ഞുണ്ട് കാണിക്കട്ടെ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നൊരു ബോട്ടുണ്ട്. വാട്ടർ ടാക്സിയാണ് അത്. സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സർവീസാണ്. ഓക്കെ, നമുക്കത്